പുതിയൊരു ഫ്ലാറ്റ് ഒന്ന് നോക്കാൻ പോകണം. പിന്നെ പാറുവിനെ ഡേ കെയറിന്ന് പിക്ക് ചെയ്ത് നേരെ ഒരു ഷൂട്ടുണ്ട്, ഫുഡ് ഷൂട്ടാണ്, അതിന് പോകണം. തിരിച്ചു വരുന്ന വഴിക്ക് അന്ന് നമ്മൾ പറഞ്ഞ കുറച്ച് ഓർഗനൈസേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വാങ്ങിക്കാനായിട്ട് പോകണം. തിരിച്ച് വീട്ടിലേക്ക് വരണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങാണ്. ഷൂട്ടിന് പോകുമ്പോൾ എപ്പോഴുള്ള ഒരു വലിയൊരു ടെൻഷനാണ് ഏത് ഡ്രസ്സ് ഇടും എന്നുള്ളത്. കാരണം ഓരോ വീഡിയോസിലും ഒരേ ഡ്രസ്സ് ഒക്കെ ആവുന്ന സമയത്ത് ആൾക്കാർക്ക് കണ്ട് മടുക്കുമല്ലോ. ഒരു വെറൈറ്റി എന്തുകൊണ്ടും നല്ലതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചൊരു ഗ്യാപ്പിൽ ഇട്ട ഡ്രസ്സ് തന്നെ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഫൈനലി ഇന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതാണ് ഈ ഒരു ഡ്രസ്സ് ഇടാമെന്നാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാനായിട്ട്, ആ ഒരു മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ ഇടുന്നത്. എത്രത്തോളം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും, ഞാൻ കുറേ എൻ്റെ കബോർഡിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് എനിക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, ഏതാണോ കുറച്ച് സ്ഥിരമായിട്ടിടുന്നത്, ആ ഒരു ഡ്രസ്സിലേക്ക് തന്നെ എത്താറുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ന്യൂസ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് ടെലി പ്രോംപ്റ്റർ. നമ്മൾ ന്യൂസൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നോക്കി വായിക്കാനായിട്ട് ആ ഒരു സ്ക്രീനിൽ നമ്മൾ ഏതാണോ ആ ഒരു സ്ക്രിപ്റ്റ് സ്ക്രീനിൽ കാണാം. നമ്മൾ ആ ഒരു ഫോണ് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സ്ക്രീനിൽ നല്ല വിസിബിളായിട്ട് നമുക്ക് നോക്കി വായിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ മിക്ക ന്യൂസ് റൂമുകളിലൊക്കെ ഇതിനേക്കാളൊക്കെ വലിയ സെറ്റപ്പൊക്കെ ആയിരിക്കും. നമ്മളെ ന്യൂസൊക്കെ ഷൂട്ട് ചെയ്താൽ ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ചില ന്യൂസൊക്കെ എനിക്ക് ബൈ ഹേർട്ട് ചെയ്തിട്ട് അങ്ങനെ പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അത്ര എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് പ്രൊഫഷണൽ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ന്യൂസ് വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ വാങ്ങിച്ചതായിരുന്നു. അത്യാവശ്യം കുറച്ച് റേറ്റ് ഉള്ളത് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫേവറേറ്റ് ആണ് ഈ ഒരു പെർഫ്യൂം. നമ്മൾ ഏതാണോ പെർഫ്യൂം വേണ്ടത് അവർ പെർഫ്യൂം മിക്സ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അവന്യൂസ് മാളിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. എനിക്ക് പൊതുവെ ഇങ്ങനെ കുത്തുന്ന സ്മെല്ലിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന ടൈപ്പ് പെർഫ്യൂംസാണ് ഇഷ്ടം. അപ്പോൾ ഇതാണെങ്കിൽ ആ ഒരു ഊത് ബേസ്ഡൊക്കെ ആയിട്ടുള്ള, അതല്ലെങ്കിൽ ഒരു ഫ്രൂട്ടി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഇത്. കൂടുതലായിട്ട് നല്ല പ്ലസൻറ്റ് സ്മെല്ലാണ്. നമുക്കിങ്ങനെ ഒരു പെർഫ്യൂം ഇങ്ങനെ കുറച്ച് നാളധികം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മടുപ്പ് വരുമല്ലോ. പക്ഷേ ഈ ഒരു പെർഫ്യൂം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി. പക്ഷേ ആ ഒരു മടുപ്പ് വരുന്നേ ഇല്ല കേട്ടോ. നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലാണ്. പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ ഒരു ഫ്ലാറ്റ് നോക്കാനായിട്ട് പോവാണ്. നമ്മൾ ഇപ്പോഴുള്ള ഫ്ലാറ്റ് മാറാണോ എന്ന് ചോദിച്ചാൽ മാറണം എന്നുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത്ര പെട്ടെന്നൊന്നും വേണമെന്നില്ല കേട്ടോ. കാരണം കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഫ്ലാറ്റ് എന്തുകൊണ്ടും നല്ല സ്പേഷ്യസ് ഒക്കെ ആണ്. പക്ഷേ ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ 7-8 വർഷമായില്ലേ ഒമാനിൽ. അപ്പോൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് എന്താ പറയുക, കുറച്ചധികം സാധനങ്ങളാകുമ്പോൾ ഒരു സ്പേസ് ഇല്ലാത്ത പോലെ തോന്നുമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് മാറാനായിട്ട് താല്പര്യമില്ല കേട്ടോ. ഇത് നല്ലൊരു ഏരിയ ആണ്. ടൗൺ ആണോ എന്ന് ചോദിച്ചാൽ ടൗണിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ്. പിന്നെ അത്ര ഒരു ഹറിബറിയൊന്നും ഇല്ലാത്ത നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മുടെ ആ ഒരു റെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു റെൻറ്റിന് അനുസരിച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത ഒരു ഫ്ലാറ്റ് കിട്ടുകയാണെങ്കിൽ അപ്പം മാറാമെന്നുള്ളത്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഫോറിനൊക്കെ OLX കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് നോക്കും എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനെ ഓക്കെ ആവുകയാണെന്ന് എപ്പോഴാണോ തോന്നുന്നത് ആ ഒരു സമയത്ത് മാത്രമേ മാറുള്ളൂ കേട്ടോ. അത്ര ഒരു ഹറിബറി ആയിട്ട് ഇപ്പം മാറേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പാറുവിൻ്റെ കുറച്ചൊരു കലാവിരുദ്ധൊക്കെ കൊണ്ട് വോളൊക്കെ കുറച്ചൊന്ന് മെസ്സി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു വീടിൻ്റെ പുതുമ ഒന്ന് തിരിച്ചു കിട്ടും. പക്ഷേ ആ ഒരു പുതുമയിലല്ല കാര്യം. നമ്മൾ ആ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചുകൂടി ഇതിനേക്കാൾ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് കിട്ടുകയാണെങ്കിൽ മാറും കേട്ടോ. ഈ ഒരു ഫ്ലാറ്റ് എനിക്ക് പൊതുവേ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഫ്ലാറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങ് സ്പേഷ്യസ് അല്ല. കുറച്ച് കിച്ചൺ കുറച്ചധികം നല്ല സ്പേസ് ഉണ്ട്. ബാക്കിയൊക്കെ നോക്കുമ്പോൾ എനിക്ക് അത്രക്കങ്ങ് നമ്മുടെ ഒരു വീട് മാറേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ, അതുമായിട്ട് അങ്ങ് മാച്ചായി പോകുന്നില്ല കേട്ടോ. അതിൻ്റെ വിൻഡോസിനുള്ള വ്യൂ ഒക്കെ കിടിലാണ്. ആ ഒരു ഗാർഡൻ വ്യൂ ഒക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ പാറുവിനെ ആണെങ്കിലും ഡേ കെയറിന്ന് നമ്മൾ ഈ ഒരു വീടിൻ്റെ അടുത്തായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പാറുവിനെ ഡ്രൈവർ അവിടെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. എന്നിട്ട് പാറുവിനെയും കൂട്ടിയിട്ട്
നമ്മളിതാ ഷൂട്ടിന് പോവുകയാണ്. കുക്കുവിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. കുക്കു എന്ന് പറയുമ്പോൾ ഒരു ഒമാനി ബ്രാൻഡാണ് കേട്ടോ. മെയിനായിട്ട് അവർക്ക് ബർഗേഴ്സ്, പിന്നെ നഗ്ഗറ്റ്സ്, ഫ്രൈഡ് ചിക്കൻ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അവരുടെ ബർഗർ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. കാരണം അത്രയും ഒരു ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അങ്ങനെ ഒരു 900 ബൈസൊക്കെ ആ ഒരു ബർഗർ അവർ നൽകുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പലപ്പോഴും ഒരു അത്ഭുതം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും നല്ല അടിപൊളി ബർഗറാണ്. ഇതിപ്പം അവർ അൽക്കോയറിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഡൈനിനോട് കൂടിയിട്ടുള്ള ഒരു പുതിയ അവരുടെ ഒരു ഔട്ട്ലെറ്റാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഷൂട്ടിന് വന്നേക്കാണ്. വരുന്ന നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങി പിന്നെ ഒന്ന് നേർക്ക് നേർ സംസാരിച്ചില്ലല്ലോ. അപ്പം ഏതായാലും കുറച്ച് നേരം ഫുഡ് വരുന്നവരെ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിക്കണം, പിന്നെ കുറച്ച് ഹാങ്ങേഴ്സ് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീട് കണ്ടു ഒരു കൺഫേം ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. എനിക്ക് അത്ര വലിയ കുഴപ്പം തോന്നുന്നില്ല. ഏട്ടൻ പറയുന്നത് ഇപ്പോഴുള്ള വീട് നമ്മൾ മാറുന്നത് തന്നെ ആ ഒരു സ്പേസ് കുറച്ചും കൂടി നല്ല സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്ര ഒരു സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് ഏട്ടൻ പറയുന്നത്. നോക്കാം എന്തായാലും. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോ? വ്യൂസൊക്കെ കൂടി വരുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ കമൻറ്റ് വളരെയധികം കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോ സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കുക്കുവിൻ്റെ ബർഗറിനെ കുറിച്ചായിരുന്നു. കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബർഗറാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല ആ ഒരു ബ്രെഡൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതിൻ്റെ അകത്തുള്ള ചിക്കൻ തന്നെ നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പോൾ ഇതൊരു ഒമാനി ബ്രാൻഡാണ് കേട്ടോ കുക്കു എന്ന് പറയുന്നത്. ബാക്കി എല്ലായിടത്തും ഡ്രൈവ് ത്രൂ ആണ്, അങ്ങനെ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ടില്ല. ഇതിപ്പം വിശാലമായ ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. മുകളിലും താഴേക്കായിട്ട് കുറേ പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അവരുടെ സോസ് ഉണ്ട്, സോസും നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇത് ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്തത് കൊണ്ട് പറയല്ല കേട്ടോ. ഇതിന് മുമ്പാണെങ്കിലും നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ബർഗർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരിക കുക്കു തന്നെയാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആളും ഇവിടുത്തെ ഒരു ഇൻഫ്ലുവൻസറാണ്. മെയിനായിട്ട് ഫുഡ് വീഡിയോസൊക്കെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനെ എന്നിട്ട് അത് വീഡിയോസൊക്കെ കഴിഞ്ഞ് ഫുഡ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പോയാൽ അങ്ങനെ തന്നെയാണ്. കുറേ ഫുഡൊക്കെ കണ്ടാകുമ്പോൾ വയറ് നിറയും ഫുഡ് കഴിക്കാതെ തന്നെ. അപ്പോൾ കൂടുതലൊന്നും കഴിക്കാനായിട്ട് പറ്റത്തുമില്ല. അപ്പോൾ അങ്ങനെ ഫുഡ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മെക്ഡി ഉണ്ട്. അപ്പോൾ നേരെ മെക്ഡിയിലേക്ക് പോയി. മെക്ഡി കണ്ടാൽ അവിടുത്തെ ഒരു ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. നേരെ പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച്. ഇവിടുത്തെ ഐസ്ക്രീമിനെ കുറിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. കഴിച്ചവർക്കറിയാം, നല്ല ക്രീമി ആയിട്ടുള്ള എന്തോ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിന് ചെറിയൊരു ഐസ്ക്രീമാണ്. ആ ഒരു റേറ്റിന് അടിപൊളിയാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ്. പിന്നെ ഞാൻ നേരെ എൻ്റെ റിയാൽ സെൻറ്ററിലേക്ക് പോയി കേട്ടോ. എനിക്കൊരു ഒരു റിയാൽ സെൻറ്ററിലേക്ക് പോവുക, സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പോലും ആ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി നടക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഡോപ്പമിൻ റഷാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ്, ഒരു ഹാപ്പി ഹോർമോൺ കൂടുന്ന പോലെ തോന്നും കേട്ടോ. ഇന്ന് നമുക്ക് ഞാൻ അന്ന് പറഞ്ഞ പോലെ പാറുക്കുട്ടിക്ക് അവളുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു ബോക്സും, പിന്നെ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, എന്താ പറയുക, ഒരു കാർട്ടൺ, അത് മാറ്റിയിട്ട് വെക്കാനുള്ള ഒരു ബോക്സായിരുന്നു വാങ്ങിക്കേണ്ടത്. പിന്നെ കുറച്ച് ഹൈലൈറ്റേഴ്സ്, പിന്നെ പാറുവിന് എപ്പോൾ പോയാലും ഇങ്ങനെ സ്റ്റഡി മെറ്റീരിയലായിട്ട് ABCD 1 2 3 ഒക്കെ കുറച്ച് എന്താ പറയുക പഠിക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ കണ്ട് ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് പഠിക്കുമ്പോഴാണ് അവരെ മൈൻഡിലേക്ക് അത് കൂടുതൽ എന്താ പറയുക ഫിക്സ് ആവാട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇതാ ഈ ഒരു സാധനം എത്രയുണ്ടെങ്കിലും നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഒന്ന് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഏട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും ഇതെന്തിനാ. രാവിലെ ഞാൻ വന്ന് നോക്കിയപ്പോഴില്ലേ മറ്റേ ഇതിൻ്റെ പേര്, ഈ ഒരു ഏഞ്ചൽ ഫിഷിൻ്റെ പേര് ഇവിടെ ചത്ത് കിടക്കാട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷ് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ചത്ത ഫിഷിൻ്റെ ആ ഒരു പെയറുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു. എപ്പോഴും ആ 2 ഫിഷും കൂടി ഇവിടെയാണ് കേട്ടോ നിൽക്കുക. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വന്ന സമയത്ത് മറ്റേത് ഇവിടെ ചത്ത് കിടക്കായിരുന്നു. അപ്പോൾ ഇത് അപ്പുറത്ത് തന്നെ നിൽക്കായിരുന്നു കേട്ടോ. എപ്പോഴും നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കായിരുന്നു. ഇതെന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോഴാണ് മറ്റേത് ഇവിടെ ചത്ത് കിടക്കുന്നുണ്ട്. എന്തൊരു സങ്കടമായെന്നറിയോ കണ്ടപ്പോൾ. എപ്പോഴും ഈ 2 ഏഞ്ചൽ ഫിഷും പെയറായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. 2 പേരും ഒരുമിച്ചേ ഉണ്ടാവുള്ളൂ.
എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ചത്ത് ഫിഷിനെ മാറ്റി കേട്ടോ. ആ ഫിഷിനെ മാറ്റി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫിഷ് കണ്ടോ, ഇത് ചുറ്റും ഈ ഒരു അക്വേറിയം നിറയെ ഒന്ന് നടന്നു കേട്ടോ. ഒന്ന് നീന്തി നടന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ഈ ഒരു സ്പോട്ടിൽ അങ്ങനെ അങ്ങ് നിൽക്കുക. എങ്ങനെ മാറുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ രാവിലെ വരുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ ഉടനെയാണ് ഞാൻ ഇതിന് തീറ്റ കൊടുക്കുക. അപ്പോൾ തീറ്റ കിട്ടുന്നുള്ള രീതിയിൽ ഞാൻ വന്ന് ലൈറ്റ് ഇടുമ്പോഴേക്കും എല്ലാം ഇങ്ങനെ പിടച്ച് കളിക്കും കേട്ടോ. എന്നിട്ട് ഇന്ന് ഞാൻ ഇതിന് തീറ്റ കൊടുത്ത് അങ്ങനെയെങ്കിലും ഇതൊന്ന് മാറട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ എങ്ങനെ അത് മാറുന്നില്ല. ദാ ഈ ഒരു സ്പോട്ടിൽ അങ്ങനെ അങ്ങ് നിൽക്കുക. എന്തൊരു സങ്കടമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്തൊക്കെയോ കാണും തോറും എന്തൊക്കെയോ ആവാണ്. ഇനിയിപ്പോൾ ഇതായി ഒരു മാലയും കമ്മലും വളയൊക്കെ കൃത്യമായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ എൻ്റെ തൽക്കാലത്തേക്കുള്ള പണി കൃത്യമായിട്ട് കഴിയും കേട്ടോ. ഓൾറെഡി കിച്ചണൊക്കെ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് തന്നെയാണ് കിടക്കുന്നത്. കിച്ചണൊക്കെ ഞാൻ ഡെയിലി രാത്രി എത്രത്തോളം ടയേർഡാണെങ്കിലും ക്ലീൻ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഉറങ്ങാറുള്ളത്. ഇനി തീരെ വയ്യാത്ത അവസ്ഥയിൽ മാത്രമേ അങ്ങനെ ക്ലീൻ ചെയ്യാതെ കിടക്കാറുള്ളൂ. ഇപ്പം ഡിഷ് വാഷറും കൂടി ഉണ്ടായതുകൊണ്ട് പാത്രം കഴുകലൊക്കെ പിന്നെ അത് നോക്കിക്കോളുമല്ലോ. എനിക്ക് ഇത്രയൊക്കെ മാലയും കാര്യങ്ങളും വളയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്തവണ എൻ്റെ അനിയൻ്റെയും മാമൻ്റെ മോൻ്റെയൊക്കെ കല്യാണം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊക്കെ പോയ സമയത്ത് വാങ്ങിച്ചതായിരുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പൊന്നും എനിക്ക് ഇത്രയധികം മാലയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ നാട്ടിൽ പോയപ്പോഴാണ് ഇത്രയും വലിയൊരു പർച്ചേസ് നടത്തിയത്. കാരണം എനിക്ക് ഇവിടെ ആണെങ്കിലും ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്തും അത്യാവശ്യമായിട്ട് വരുമല്ലോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, കുറച്ചധികം അങ്ങ് വാങ്ങിച്ചതാണ്. ഞാൻ ഇത് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് പാറുവിൻ്റെ പെൻസിൽസും കളർ പെൻസിൽസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു കണ്ടോ, ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റോറേജ് ബോക്സാണ്. ചെറുതാണ് കേട്ടോ, ഒരു ഇത്രയൊക്കെ ഉള്ളൂ. അതിൽ കമ്പാരിറ്റീവ്ലി അത്ര ചെറുതല്ല. അപ്പോൾ ഇതിനകത്ത് അവൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടോ കളറും കാര്യങ്ങളും, പിന്നെ അവൾ ഷാർപ്പ് ചെയ്തിട്ട് കുറച്ച് പൊടി പോലെയൊക്കെ കാണുന്നതാണ് കേട്ടോ. പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്തിട്ട് അതിലിട്ടതിൻ്റെയാണ്. അപ്പം കുറച്ചിങ്ങനെ കമ്മലും കാര്യങ്ങളും ഒക്കെ ഇതിലേക്ക് ഈ ഒരു രീതിയിൽ വെക്കാനൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയുള്ള കമ്മലൊന്നും എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഇതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇതിലേക്ക് അങ്ങ് പോയിക്കോളൂ. കണ്ടോ, അധികം മെസ്സി ആവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങാതെയൊക്കെ കിടന്നോളൂ. അതെല്ലാം ഇവിടെ ഇങ്ങനെ അങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എടുത്ത് വെക്കട്ടെ. ഇതുപോലെയുള്ള വലിയ മാലയൊന്നും അതിലേക്ക് പോവില്ല. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ബോക്സിലേക്ക് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇന്നലെ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ. കുറച്ച് ഹൈലൈറ്റേഴ്സ് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ടു ഡു ലിസ്റ്റ് എഴുതുന്ന സ്വഭാവവും ഹാബിറ്റ് ട്രാക്കറും അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. അപ്പം പൊതുവേ ഞാൻ വിചാരിക്കാറ് അങ്ങനെ ഭയങ്കര ഒരു എസ്തെറ്റിക് ആയിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഹൈലൈറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അധികം സമയം പാഴാക്കാതെ തന്നെ നമുക്ക് കുറച്ച് പ്ലാനിങ് ആണെങ്കിലൊക്കെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് പ്ലാനിങ് ചെയ്യണമെന്നൊന്നല്ല, എന്നാലും കുറച്ച് ഹൈലൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു പിന്നീട് അത് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു മൊഞ്ചാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹൈലൈറ്റേഴ്സ് വാങ്ങിയതാണ്. പിന്നെ പാറക്കുട്ടിക്ക് ഇങ്ങനെ ഒരു ബോക്സ്, അവളുടെ അൽക്കുൽത്ത് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ബോക്സ് വാങ്ങിച്ച് അവളുടെ സാധനങ്ങളൊക്കെ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ബോക്സ് ഉണ്ടായാലുള്ള ഗുണം എന്താണെന്നറിയോ, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തോ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കളയാനും തോന്നില്ല. അത് അവിടെ ഇവിടെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഭയങ്കര പെട്ടെന്ന് വീട് മൊത്തത്തിലൊരു മെസ്സി ആവുകയും ചെയ്യും. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മെസ്സി ആവുന്നത് ഒഴിവാക്കാനും പറ്റും. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാനും പറ്റുമല്ലോ. പിന്നെ എൻ്റെ കബോർഡിലേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ടോപ്സ് ഒക്കെ ഹാങ് ചെയ്യാനായിട്ടുള്ള 2 സെറ്റ്. ഇതിപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഇത് 12 എണ്ണം ഉണ്ട്, ഇത് 12 എണ്ണം ഉണ്ട്, 24 എണ്ണമായി. ഇനിയും വേണ്ടി വരികയാണെങ്കിൽ പിന്നീട് പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് ഒരു സെറ്റിന് 850 പൈസയാണ് കേട്ടോ. ഇതിന് 1 റിയാൽ 50 പൈസയാണ് ഈ ഒരു ബോക്സിന്. ഇതിന് 925 പൈസയാണ് ഈ ഒരു 6 എണ്ണം വരുന്നത്. 3 എണ്ണം വരുന്നത് ഉണ്ടായിരുന്നു. അപ്പം അതിന് 500 എത്രയോ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 6 എണ്ണം ആകുമ്പം എല്ലാ കളേഴ്സ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഇത് വാങ്ങിച്ചാണ്. പിന്നെ ഈ ഒരു സോപ്പ് പെട്ടി വാങ്ങിച്ച് 275 പൈസയാണ് കേട്ടോ. ഈ ഒരു സാധനം എത്ര എണ്ണം ഉണ്ടെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഒന്ന് കണ്ടു കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് ഞാൻ ബണ്ണ് കുറച്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 550 പൈസ. പക്ഷേ ഇത് കുറച്ചൊരു പ്രൈസ് ആയിട്ട് തോന്നി കേട്ടോ. കുറച്ച് കൂടുതലാണ് ഇതിൻ്റെ റേറ്റ്. ബാക്കിയുള്ള മാൾമാർട്ടിലേക്ക് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കുറഞ്ഞ റേറ്റിന് ഇതിനേക്കാൾ കുറേ എണ്ണം കിട്ടാറുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ ദാ ഈ ഒരു ബോക്സ് ഞാൻ അന്ന് എൻ്റെ ആ ഒരു ക്ലീനിങ് റീസെറ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു എന്താ കാർട്ടൺ മാറ്റിയിട്ട് ഒരു ഇതുപോലുള്ള കാണാൻ കുഴപ്പമില്ലാത്തൊരു സാധനം വാങ്ങി വെക്കണം എന്നുള്ളത്, ആ ഒരു കോർണറിൽ വെക്കാൻ വേണ്ടിയിട്ട് അധികം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നലത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഞാൻ അതിൻ്റെ വൈൻഡപ്പ് പറയുന്നത്. അപ്പോൾ ഇന്നാണ് ഞാൻ അതിൻ്റെ ഔട്ട്രോ പറയുന്നത്. അത്രയ്ക്കാണ് കേട്ടോ വീഡിയോ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ കാണാനൊരു സന്തോഷമാണ്, വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനമാണ്. ഇപ്പം വ്യൂസൊക്കെ ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. എന്തായാലും ചെറുതായിട്ട് വ്യൂസ് കൂടുമ്പോൾ തന്നെ എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. കൂടുതലൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്ന ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ഇന്നത്തെ എനിക്കറിയാം ചെറിയ വീഡിയോ ആണ്, അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതും അറിയാം. അപ്പോൾ എന്തായാലും നല്ല വീഡിയോസ് ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.